السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബിൽ 22ഓളം വരുന്ന അധ്യായങ്ങൾ ഇതുവരെ നമ്മൾ വായിച്ചു. അൽഹംദുലില്ലാഹ്. ഓരോ അധ്യായവും പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട, അകന്നു നിൽക്കേണ്ട വൻപാപങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഷെയ്ഖ് റഹിമഹുള്ള ഈ ഭാഗത്ത് നാവ് കൊണ്ട് സംഭവിക്കുന്ന പാപങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ അധ്യായം കളവുമായി ബന്ധപ്പെട്ട അധ്യായം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ വാഗ്ദത്തം അത് ലംഘിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് റഹിമഹുള്ള 23-ാമത്തെ അധ്യായമായി പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫീ സഅമു. സഅമു എന്ന് പറഞ്ഞാൽ ഇന്നയാൾ പറഞ്ഞു, അല്ലെങ്കിൽ കേട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. ഈ അധ്യായം സഹോദരങ്ങളെ, നമ്മിൽ പലർക്കും സംഭവിക്കാറുള്ള അബദ്ധമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പ്രയോഗം സഅമു എന്ന പ്രയോഗം, സഅമു എന്ന് പറഞ്ഞാൽ ഇന്നയാൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഇവിടെ ഉദ്ധരിച്ചതിൻ്റെ കാരണം, ഈ തലക്കെട്ട് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം, ഈ ഒരു പ്രയോഗം കളവിലേക്കുള്ള വാഹനമാണ്, കളവിലേക്കുള്ള ചവിട്ടുപടിയാണിത്. കാരണം സഅമു, ഇന്നയാൾ പറഞ്ഞിരിക്കുന്നു, കേട്ടിരിക്കുന്നു, ഇങ്ങനെയാണ് പോലും എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ എന്താണ്? വസ്തുതാവിരുദ്ധമായിരിക്കും. പലപ്പോഴും കൃത്യമായി വിവരമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രയോഗങ്ങൾ ഒരാൾ പ്രയോഗിക്കുക. ഒരാൾക്ക് വ്യക്തമായ വിവരം വന്ന് കിട്ടാതിരിക്കുമ്പോഴാണ്, സത്യമാണോ അസത്യമാണോ എന്ന് ബോധ്യപ്പെടാതിരിക്കുമ്പോഴാണ് എന്തു പറയുക? പോലും, ഇങ്ങനെ ഉണ്ട്, പോലും ഇങ്ങനെ കേട്ടിരിക്കുന്നു, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നോക്കൂ, അത്തരം പ്രയോഗം വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇന്ന് വരെ അത് സംഭവിച്ചിട്ടുണ്ടാകും. ഇന്ന് വരെ, ഈ ദിവസം വരെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുന്നേ, ഇത് കളവിലേക്കുള്ള ചവിട്ടുപടിയാണ്, അതല്ലെങ്കിൽ വാഹനമാണ് എന്ന് പറഞ്ഞല്ലോ. കളവ് എന്നത് തൊട്ടു മുന്നേ വായിച്ചു പോയ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊരിക്കലും ഒരു മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. സത്യം പറയുക,
സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, സത്യത്തിൻ്റെ ആളാവുക, അതാണ് ഒരു മുഅ്മിൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കളവ് എന്നത് നിഷേധികളുടെ, കപടവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കളവ് പറയുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു, ഫനജ്അൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ. കളവ് പറയുന്ന ആളുകളുടെ മേൽ അല്ലാഹു തആല അവൻ്റെ ശാപം നിശ്ചയിച്ചിരിക്കുന്നു, അവർക്ക് ശാപമുണ്ട് എന്നാണ്. അതുപോലെ അല്ലാഹു പറഞ്ഞു, ഫമൻ അദ്ലമു മിമ്മൻ കദബ അലല്ലാഹ് വകദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു. കളവുകളിൽ ഏറ്റവും ഗുരുതരമായ കളവ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയലാണ്. അങ്ങനെ ആരാണോ കളവ് പറയുന്നത്, കളവ് കെട്ടിച്ചമക്കുന്നത്, അവനേക്കാൾ അതിക്രമകാരിയായ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചു. അതുപോലെ തന്നെ സത്യം വന്ന് കിട്ടിയപ്പോൾ അതിനെ കളവാക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്. അതുപോലെ നമ്മൾ മുന്നേ വായിച്ചിരുന്നു, കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ പേരിലുള്ള കളവ്, അതിനുശേഷം ഗുരുതരമായ കളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയലാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ, നരകത്തിൽ സീറ്റ് ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്നാണ്. ഇത് സഹോദരങ്ങളെ കളവിൻ്റെ ഗൗരവം വിളിച്ചുണർത്തുന്ന തെളിവുകളാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ പദപ്രയോഗം ജഅമു. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം 2 ആയത്തുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്, അതിനുശേഷം 2 ഹദീസുകളും. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഇദ് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യിനുൻ വഹുവ ഇൻദല്ലാഹി അദീം. സൂറത്തു നൂറിലെ 15-ാമത്തെ ആയത്താണിത്. അല്ലാഹു പറയുന്നു, ഇദ് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് അത് ഏറ്റുപറഞ്ഞപ്പോൾ, വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ നാവുകൊണ്ട് മൊഴിയുകയും ചെയ്തപ്പോൾ. ഈ ആയത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇഫ്ക് അഥവാ മോശമായ ആരോപണം, വ്യഭിചാരാരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി. മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അങ്ങനെയുള്ള മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർ കെട്ടിച്ചമച്ച വൃത്തികെട്ട ദുരാരോപണം അത് ചിലർ ഏറ്റുപിടിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, ഇദ് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വതഹ്സബൂന ഹയ്യിനൻ, നിങ്ങൾ ഈ നാവുകൊണ്ട് ഏറ്റുപിടിക്കുകയും എന്നിട്ടത് മൊഴിയുകയും പറയുകയും ചെയ്തല്ലോ. വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങളാ പറഞ്ഞ ആരോപണം, ജഅമൂ, ഈ പ്രയോഗമാണത്. ഇങ്ങനെ ഉണ്ട് പോലും, കേട്ടിട്ടുണ്ട് പോലും, ഉണ്ടത്രേ എന്ന പ്രയോഗമാണത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പരിശുദ്ധയാണ്. അവർ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. ഒരിക്കലും ആ രൂപത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുകയില്ല. എന്നിട്ടും അവർ അത് പറഞ്ഞുണ്ടാക്കുകയും ചില ആളുകൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. അല്ലാഹു പറയുന്നു, വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ അത് നിസാരമാണ് എന്ന് വിചാരിക്കും. നിങ്ങളുടെ അടുക്കൽ ഇത് നിസാരമായിരിക്കും, ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. വഹുവ ഇൻദല്ലാഹി അദീം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമായ കഠോരമായ അപരാധമാണ്. സഹോദരങ്ങളെ നോക്കൂ, ഈ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അവതരിച്ചതാണെങ്കിലും സമാനമായ വിഷയങ്ങളിലെല്ലാം ഇത് ബാധകമാണ്. ആരെങ്കിലും വന്ന് വല്ലതും പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടു, അതുമായി പോവരുത്, അതിൻ്റെ പിന്നാലെ കൂടരുത് എന്നാണ് ഈ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഒരാൾ കയറി വന്നാൽ തന്നെ പറയും, ഇങ്ങനെ ഉണ്ട് പോലും, അത് കേട്ടിട്ടില്ലേ,
ഇതാണ് ആ പ്രയോഗം. ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം. ഉള്ളതാണെങ്കിൽ ഗീബത്താണ്, ഇല്ലാത്തതാണെങ്കിലോ അള്ളാഹു പറഞ്ഞതുപോലെ വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾക്കത് നിസാരമാണ്, നിങ്ങൾക്ക് നേരം പോക്കായിരിക്കും. പക്ഷേ വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമായ കഠോരമായ അപരാധമാണ്. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ കാര്യമാണിത്. നമ്മൾ മുന്നേ വായിച്ചുപോയ ചില അധ്യായങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ മുന്നേ നമ്മൾ വായിച്ചിരുന്നു. അല്ലാഹു തആല നമ്മോട് വെറുക്കുന്ന കാര്യമാണ് വകരിഹ ലക്കും ഖീല വഖാല, പറയപ്പെട്ടിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഉണ്ട് പോലും എന്നതിൻ്റെ പിന്നാലെ പോവൽ അള്ളാഹു നമ്മോട് വെറുത്ത കാര്യമാണ്. അതുപോലെയുള്ള ഒരു കാര്യമാണിത്. ഖാല, ഖീലകൾക്ക് പിന്നാലെ പോവുക എന്നുള്ളത്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്ക് മുന്നേ നമ്മൾ വായിച്ചിരുന്നു. അദ്ദേഹം ഫിത്നയുടെ കാലഘട്ടത്തിൽ കൂടെയുള്ളവർക്ക് കൊടുത്ത നസീഹത്ത്, ഗുണകാംക്ഷ ഇപ്രകാരമാണ്: ലാ തകൂനു മദായിഅ ബുദുറാ, ലാ തകൂനു, നിങ്ങളായി പോകരുത്, മദായിഅ. എന്താണ് മദായിഅ എന്ന് പറഞ്ഞാൽ? മിദിയാഗ് എന്ന് പറഞ്ഞാൽ അറബിയിൽ റേഡിയോ എന്നാണ് അർത്ഥം. ലാ തകൂനു മദായിഅ, നിങ്ങൾ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരായി തീരരുത്, നിങ്ങൾ അങ്ങനെ ആയി പോകരുത്. ബുദുറൻ, എന്നിട്ട് എത്തിച്ചിട്ട് ഫിത്നയുടെ വിത്തുപാകുന്നവരായി തീരരുത്. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഫിത്ന ഉണ്ടാകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതുമായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഫിത്നയും കൊണ്ട് ഓടലാണത്. എന്നിട്ട് ആ ഫിത്ന എവിടെയെങ്കിലും കൊണ്ടിട്ടാലോ പിന്നീട് ആ ഫിത്ന വളർന്ന് വലുതാവും. അപ്പം നിങ്ങൾ അങ്ങനെ ആവരുത് എന്ന് മഹാനായ സഹാബി കൂടെയുള്ളവർക്ക് നസീഹത്ത് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് പഴയതുപോലെയല്ല. ഒരു വാക്ക് കേട്ടാൽ, ഒരാളെക്കുറിച്ച് വല്ലതും കേട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ എളുപ്പമാണ് അല്ലേ? ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കേട്ടിന് പോലും എന്നിട്ട് ക്ലിങ് എന്ന് കൊടുത്താൽ ആ ഗ്രൂപ്പിലുള്ള 300 പേര് ഒറ്റയടിക്ക് കേട്ടു. അതെടുത്തിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിലിട്ടാലോ അടുത്ത 300 പേര് അല്ലെങ്കിൽ 500 പേര്. ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ് ഒരാളെ കുറിച്ചിട്ടുള്ള വാക്ക്. പാടില്ല, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെക്കുറിച്ച് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നപ്പോൾ പറഞ്ഞില്ലേ എത്ര മോശമായ മനുഷ്യനാണ് എന്ന്. അങ്ങനെയുള്ള താക്കീത് ചെയ്യുന്ന വിഷയം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട വല്ലതും ചോദിക്കപ്പെട്ടു, അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട അയാൾ കച്ചവടം ചെയ്യാൻ കൊള്ളുമോ എന്നിങ്ങനെയുള്ള വല്ല വിഷയവും ചോദിക്കപ്പെട്ടു. അപ്പോൾ അയാളോട് സത്യാവസ്ഥ പറയൽ അനുവദനീയമാണ്. അത് നല്ല പുതിയാപ്പിളാണെന്ന് പറഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരാളെ കൊടുത്താലോ ആ കുട്ടിൻ്റെ ജീവിതം പാഴായി പോകും. അല്ലെ ആ കുടുംബം പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരാളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഇയാളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പറയുന്നത് പോലെ അല്ല ഈ പറഞ്ഞത്, അല്ലേ? ഈ പറഞ്ഞത് അതുപോലെയല്ല. ഇത് സാധാരണ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നതാണ്. ഇങ്ങനെ ഉണ്ടുപോലും, അങ്ങനെ കേട്ടിനുപോലും നിങ്ങളറിഞ്ഞില്ലേ എന്ന് പറയൽ. റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് ചെയ്യുകയാണ്. ഇത്തലഖൗനഹു ബി അൽസിനതികും, നിങ്ങളുടെ നാവ് കൊണ്ട് അത് നിങ്ങൾ ഏറ്റെടുക്കുകയും എന്നിട്ട് നിങ്ങളുടെ നാവുകൾ കൊണ്ട്, നിങ്ങളുടെ വായ കൊണ്ട് അത് മൊഴിയുകയും ചെയ്തു. എന്താണത്? മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് യാതൊരു അറിവും ആ കാര്യത്തിലില്ല. നമുക്കറിയില്ല ഹക്ക് എന്താണ് ആ വിഷയം എന്നറിയില്ല. ആരോ അടുത്ത് വന്ന് പറഞ്ഞു, നമ്മൾ അടുത്ത ആളെ കാത്തു വെക്കും കേട്ടില്ലേ ചോദിക്കാൻ. പാടില്ല. മനസ്സിൽ വെക്കുക, മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്, പറയരുത്. അതല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരായി തീരരുത്. ചിലപ്പോൾ ആ പറയപ്പെട്ടത് അടിസ്ഥാനരഹിതമായിരിക്കും, ആർക്കും ആരെക്കുറിച്ചൊന്നും പറയാലോ. നമ്മളതിൻ്റെ പ്രചാരകരായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതഹ്സബൂനഹു ഹയ്യിനൻ,
നമ്മുടെ മനസ്സിലത് നിസ്സാരമായിരിക്കും. നമ്മളത് പറഞ്ഞു, ചായയും കുടിച്ച് എഴുന്നേറ്റ് പോയി, നമുക്കത് പറഞ്ഞു എന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് നീ അവിടുന്ന് പറഞ്ഞല്ലേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോ, ഞാനോ, ഉറപ്പാ എന്ന് ചോദിക്കും. നമ്മൾ അങ്ങോട്ട് ചോദിക്കും, ഉറപ്പാ നീയല്ല എന്നോട് പറഞ്ഞു, അല്ല മറ്റേ ആളെ പറഞ്ഞു. 2 ദിവസം കൊണ്ട് നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റജുല ലാ യതകല്ലമു ബിൽ കലിമ, ഒരാൾ ഒരു വാക്ക് സംസാരിക്കും, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വാക്ക്, അയാൾ അത് കാര്യമാക്കിയിട്ടുണ്ടാവുകയില്ല. പക്ഷെ ആ ഒരു വാക്ക് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം വരുന്ന അഗാധമായ നരകത്തിൻ്റെ ഗർത്തത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടും. നമ്മൾ ചിന്തിക്കാത്ത വാക്കുകളായിരിക്കും. എന്നതുപോലെയാണ് സഹോദരങ്ങളെ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ. നമ്മൾ വല്ലതും കേട്ടാൽ മിണ്ടാതിരിക്കുക. നമുക്കത് പറ്റൂല, നമുക്കത് പറ്റാത്ത കാര്യമാണത്. പക്ഷേ പറ്റണം. കാരണം വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയാതെ മിണ്ടാതിരുന്നാൽ ഇപ്പം എങ്ങനെയാണ് ജീവിക്കുക, ഇതെന്തൊരു ജീവിതമാണ്, ആകെയുള്ള ജീവിതത്തിൻ്റെ സുഖം എന്താണ്, 2 നൊടിച്ചലാണ്, ഇങ്ങനെ പറയലാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ എന്ന് പറയലാണ് ഒരു ഹരം. ചായ ഇറങ്ങണമെങ്കിൽ ഇത് വേണം. യഥാർത്ഥത്തിൽ വതഹ്സബൂനഹു ഹയ്യിനൻ, ഞാൻ ആവർത്തിച്ച ആയത്ത് പാരായണം ചെയ്യുന്നത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലത് തറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പലപ്പോഴും നിസാരമായി തോന്നുന്ന കാര്യങ്ങളാണിത്. പക്ഷെ വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ കഠോരമായ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ആയത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്താണിത്. നമ്മിൽ പലർക്കും സുപരിചിതമായ ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, നിങ്ങളിലേക്ക് ഫാസിഖായ അധർമ്മകാരിയായ തെമ്മാടിയായ ഒരാൾ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങളത് ഉറപ്പുവരുത്തുക, നിങ്ങളത് പരിശോധിക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാൻ പറഞ്ഞത്? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അറിവില്ലാതെ ഒരു വിവരവുമില്ലാതെ ആളുകളെക്കുറിച്ച് വല്ലതും അപവാദമായി നമ്മൾ പറഞ്ഞാൽ, നമ്മളതിൻ്റെ കേൾവിക്കാരായാൽ, നമ്മളതിൻ്റെ പ്രചാരകരായി കഴിഞ്ഞാൽ, നമ്മളാ ചെയ്തതോർത്ത് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ ദുഃഖിക്കേണ്ടി വരാതിരിക്കാൻ, പിന്നീടൊരു ഖേദം വരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫതബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെ, വാർത്തകൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ രാവിലെ തുറന്നാൽ തന്നെ വരും, ഇഷ്ടംപോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാവട്ടെ, വന്നു കഴിഞ്ഞാൽ ഫതബയ്യനു, നമ്മളത് ഉറപ്പുവരുത്തണം, നമ്മളത് പരിശോധിക്കണം, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് പരിശോധിക്കുക? പരിശോധനൻ്റെ രീതിയുണ്ട്. എന്താണ്? കാണുന്ന ആളോടൊക്കെ ചോദിക്കല, കാണുന്ന ആളുകളോടൊക്കെ വിളിച്ച് ചോദിക്കലല്ല പരിശോധനൻ്റെ രീതി. ആരെക്കുറിച്ചാണോ കേട്ടത്, ഒന്നല്ലെങ്കിൽ അയാളെ നേരിട്ട് വിളിക്കുക, നിങ്ങളെക്കുറിച്ചൊരു വാർത്ത കേട്ടു, നിങ്ങളെക്കുറിച്ചൊരു കാര്യം കേട്ടു, ഉള്ളതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അതല്ലെങ്കിൽ അയാളുമായി വളരെ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വസ്തനായ ആളാണെങ്കിൽ അയാൾ വിളിച്ച് ചോദിക്കുക. അല്ലാതെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, പള്ളിയിൽ വന്നിട്ട് 10 ആളുണ്ടെങ്കിൽ 10 ആളോട് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, അതാണ് ജാമു, അതാണ് ഈ തലക്കെട്ട്. ഈ തലക്കെട്ട് അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, അറിഞ്ഞിട്ടില്ലേ, പറയപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കൽ, അതല്ല യഥാർത്ഥത്തിൽ അന്വേഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങളുടെ അഭിമാനം പിച്ചു ചീന്തുന്ന രൂപത്തിൽ ഉള്ള കടന്നുകയറ്റം എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്, വളരെ ഗുരുതരമായ തെറ്റാണ്. ചിലപ്പോൾ നമ്മളുടെ ഒരു ഷെയർ കൊണ്ട് അയാളുടെ ജീവിതത്തിൽ വലിയ ഫിത്നകൾ ഉണ്ടായേക്കാം. കുടുംബം തെറ്റി എത്ര ആളുകളുണ്ട്,
വെറുതെ തമാശക്ക് പോയിട്ട് ഭാര്യനോട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. തമാശ കളിച്ചിട്ട് തമ്മാമിൽ തെറ്റിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗുരുതരമാണ്, വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണിത്. പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വാർത്തകൾ വല്ലതും വന്നു കേട്ടാൽ അത് സ്ഥിരപ്പെടുത്തിയിട്ട് മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെല്ലാൻ പാടുള്ളൂ. അല്ലെങ്കിലോ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കൽ. അപ്പോൾ പലതും കേൾക്കും, നമുക്കതിൻ്റെ പിന്നാലെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മളതിൻ്റെ പിന്നാലെ പോവേണ്ടതല്ലെങ്കിൽ, നമ്മളുമായി ബന്ധമില്ലെങ്കിൽ നമ്മൾ അതിനെ അവഗണിച്ചേക്കുക, അതിൻ്റെ പിന്നാലെ പോയി സമയം കളയരുത്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്, വല്ല വാർത്തയും കേട്ടാൽ, ആരെങ്കിലും ഇതുപോലെയുള്ള ആളുകൾ വല്ലതും കൊണ്ടുവന്നാൽ ഫതബയ്യനു, അതാണ് അള്ളാഹുവിൻ്റെ നമ്മോടുള്ള കൽപ്പന. നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഷെയ്ഖ് ആദ്യം ഇവിടെ കൊടുത്ത സൂറത്തു നൂറിലെ 15-ാമത്തെ ആയത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വലൗല ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. ഇതുപോലെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരെയുള്ള ഈ വൃത്തികെട്ട ദുരാരോപണം, അതിനെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, അത് കേട്ടപ്പോൾ നമ്മളിത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? മാത്രമല്ല, സുബ്ഹാനക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു, ഹാദാ ബുഹ്താനുൻ അദീം, ഇത് ഗുരുതരമായ ഒരു ദുരാരോപണമാണ് എന്നും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ കഠോരമായ കളവ് എന്ന് പറഞ്ഞാൽ, കേട്ടാൽ അന്തം വിട്ടുപോകുന്ന ജാതി കളവിനാണ് ബുഹ്താൻ എന്ന് പറയുക. സാധാരണ ലോക്കൽ കളവല്ല, കേട്ടാൽ മനുഷ്യൻ അന്തം വിട്ടുപോകുന്ന ജാതി കളവിനാണ് ബുഹ്താൻ എന്ന് പറയുക. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബുഹ്താനാണ്, കേട്ടാൽ അന്തം വിട്ടുപോകും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണവർ. ആയിഷ റളിയല്ലാഹു അൻഹ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരിൽ ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹദിയെക്കുറിച്ചാണ് ഈ ദുരാരോപണം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നു, ഞങ്ങളത് ഏറ്റുപിടിക്കാൻ പാടില്ലായിരുന്നു. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു, ഇത് എന്തൊരു കഠോരമായ അപരാധമാണ്, ദുരാരോപണമാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യഅദുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് മടങ്ങരുത് എന്നിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എന്തൊരായത്തുകളാണ് സഹോദരങ്ങളെ, നോക്കൂ. നിങ്ങളിത് ഏറ്റെടുത്തപ്പോൾ, നിങ്ങളത് പറഞ്ഞപ്പോൾ എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. എന്നിട്ടത് നിങ്ങൾക്ക് നിസാരമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമാണ് എന്ന് പറഞ്ഞു. ശേഷം അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്കിത് ഏറ്റു പറയാൻ പാടില്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൂടായിരുന്നോ? ഇത് വമ്പിച്ച ദുരാരോപണമാണ്, കഠോരമായൊരു ആരോപണമാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നും അള്ളാഹു ചോദിച്ചിട്ട് പിന്നെ അള്ളാഹു പറയുകയാണെന്ത്, അള്ളാഹു ഇതാ നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങൾക്ക് അള്ളാഹു ഉപദേശം നൽകുകയാണെന്ത്, ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങരുത്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഇത് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമുള്ള ഉണർത്തലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മോടുകൂടിയുള്ള ഉപദേശമാണത്. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങരുത്. കേട്ടിനു പോലും, ഉണ്ട് പോലും, പറഞ്ഞു പോലും, ഉണ്ടത്രേ മടങ്ങരുത്. അത്തരം വല്ലതും കേട്ടാൽ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് അള്ളാഹു ചോദിച്ചത്. ഏറ്റുപിടിക്കാനും അതിൻ്റെ പിന്നാലെ കൂടാനും
അതിൻ്റെ പ്രചാരകരാവാനും നമുക്ക് പാടുള്ളതല്ല എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. عن أبي مسعود أو حذيفة رضي الله عنهما مرفوعا بئس مطية الرجل زعموا رواه أبو داود بسند صحيح. أبو مسعود رضي الله عنه അതല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഅസ മതിയത്തുർ റജുലി സഅമു, ഒരാളുടെ എത്ര മോശമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് സഅമു എന്ന് പറയൽ. ഇങ്ങനെ കേട്ടിനു പോലും പറഞ്ഞിനു പോലും പറയപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുണ്ട് അങ്ങനെ പോലും എന്ന രീതി എത്ര മോശമായ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അൽ മതിയ്യ എന്ന വാക്കിന് അറബിയിൽ വാഹനം എന്നാണ് അർത്ഥം. ഈ ഹദീസിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാളുടെ എത്ര മോശമായ വാഹനമാണ് സഅമു എന്ന് പറയൽ. എന്തുകൊണ്ടാണ് ആ പദപ്രയോഗം അവിടെ വന്നത്? വാഹനം നമുക്കറിയാം, നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള കാര്യമാണ്. ഈ സഅമു കേട്ടിന് പോലും ഇങ്ങനെ ഉണ്ട് പോലും പറയപ്പെട്ടിരിക്കുന്നു എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ എന്താണ്? അയാളെക്കുറിച്ചുള്ള അപവാദം പറയാനുള്ള വാഹനമാണത്. അതിൽ കയറി ഇരുന്നാൽ എവിടെ എത്തും? അയാളെക്കുറിച്ചുള്ള കളവിലേക്ക് എത്തും. മനസ്സിലായോ? ഒരാളെക്കുറിച്ച് കേട്ടിരിക്കുന്നു, അയാളെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക യഥാർത്ഥത്തിൽ എന്താണ്? കളവിലേക്കുള്ള വാഹനത്തിൽ കയറിയിരുന്നത് പോലെയാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ സ്ഥലം കാലിയാക്കും, അല്ലേ? അയാൾ എഴുന്നേറ്റ് പോവും. പിന്നെന്താ സംഭവിക്കുക? ഈ പറയപ്പെട്ട ആളുടെ പേരിലുള്ള അപവാദം പ്രചരിക്കും, ദുരാരോപണം ആളുകൾക്കിടയിലേക്ക് എത്തും. അപ്പം അതെത്ര മോശമായ വാഹനമാണ്, അതല്ലെങ്കിൽ എത്ര മോശമായ ആദത്താണ്, രീതിയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വാർത്ത കിട്ടിയാൽ വേഗത്തിൽ വാഹനത്തിൽ പോകുന്ന സ്പീഡിൽ ചില ആളുകൾ പോവാറുണ്ട്. അതുകൊണ്ട് പായും. ഞാനായിരിക്കണം ആദ്യം ഇത് പുറലോകത്തെ അറിയിക്കേണ്ടത്, ഞാനായിരിക്കണം ആദ്യ ഗ്രൂപ്പിലിടേണ്ടത് എന്ന് പറഞ്ഞ് എത്ര ആളുകളുണ്ട് ആ രൂപത്തിൽ പലതും പ്രചരിപ്പിക്കുന്നത്. സത്യാവസ്ഥ അന്വേഷിക്കുകയില്ല, ചോദിക്കുകയില്ല, കാര്യം തിരക്കുകയില്ല. മറിച്ച് ആളുകളുടെ അഭിമാനം അത് പിച്ചു ചീന്തുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് വളരെ മോശമായ വൃത്തികെട്ട രീതിയാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആളുകൾ ഈ വിഷയത്തിൽ ബുദ്ധി പ്രയോഗിക്കും, എന്ന് പറഞ്ഞാൽ അതിബുദ്ധി പ്രയോഗിക്കും. നല്ല ബുദ്ധിയല്ല, കുരുട്ട് ബുദ്ധി. ഇങ്ങനെ കേട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു വറയിൻ്റെ തഖ്വയുടെ ഒരു പ്രയോഗം കൂടി പ്രയോഗിക്കും. എന്താണ്? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട് പോലും, പക്ഷെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല, ഉള്ളതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയും. പണ്ഡിതന്മാർ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ജനങ്ങളുടെ കാതിലും കൽവിലും ഉണ്ടാവും. നീ അത് ഉറപ്പുവരുത്തിയിട്ടില്ല, എനിക്ക് ശരിയായി വിവരം കിട്ടിയിട്ടില്ല എന്നു പറഞ്ഞത് ജനങ്ങൾ മറന്നുപോകും. മനസ്സിലായോ? എനിക്കറിയില്ലേ, ഉള്ളതോ ഇല്ലാത്തതെന്ന് അറിയില്ല, ഞാൻ നിന്നോടാണ്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. ഈ തഖ്വയുടെ രൂപത്തിലുള്ള വാക്കുകളുണ്ടല്ലോ, അത് ജനങ്ങൾ മറക്കും, മറ്റേ നല്ല ഓർമ്മ ഉണ്ടാവും. അടുത്ത ആളതും പറയും, അയാൾ ഇന്ന മാതിരി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം മൂപ്പര് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞത് അയാളുടെ അടുത്ത ആളോട് പറയൂല. ഇത് ചില ആളുകളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇത് സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് കേൾക്കാം. അതാണ്, ഞാൻ അറിയില്ല കേട്ടാ, ഉള്ളതാണോ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല, കാര്യം ഇത് ഇങ്ങനെയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന
അനന്തരഫലം വളരെ മോശമായിരിക്കും. ഇയാൾ ഈ പറഞ്ഞൊന്നും ആളുകൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല. അപ്പോൾ നമുക്കും ചിലപ്പോൾ തോന്നും അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞത് ആ ഉറപ്പില്ല എന്ന് പറഞ്ഞ ആളുകൾ മറന്നു പോകും, മറ്റേത് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിപാടിക്കന്നെ നിൽക്കരുത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ജാതി പണിക്കന്നെ നിൽക്കരുത്. നമുക്ക് നാവ് എത്ര സൂക്ഷിക്കണം. നാവുമായി ബന്ധപ്പെട്ട തിന്മകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാവ് അനക്കാൻ പറ്റില്ല നമുക്ക്. നാവ് അനക്കാൻ നമുക്ക് പേടി വരും അല്ലേ? അതുകൊണ്ടാണ് ഓരോ ദർസിലും ഞാൻ പറയാറുണ്ട്, ഈ കിതാബ് ഏകദേശം വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെപ്പറ്റി വിലയിരുത്താൻ പറ്റും. ഓരോ അധ്യായവും തോന്നും ഇത് നമ്മളെ പറ്റിയിട്ടാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഏത് കുതന്ത്രം പ്രയോഗിച്ചിട്ടായാലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ചെന്ന് ചാടരുത്. ഈ സഅമു എന്ന പ്രയോഗം നമ്മൾ കേട്ടിരിക്കുന്നു, നമ്മൾ കണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടിരിക്കുന്നു, ഇന്നയാളിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഉണ്ട് പോലും പറയപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വന്ന് കിട്ടിയിരിക്കുന്നു. ചില ആളുകൾ അങ്ങനെയാണ് പറയുക, നമ്മടുത്തെ ഒരാൾ വന്ന് പറഞ്ഞാണ്. ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ നമ്മുടെ പരലോകത്തെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും എന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകും. അവരുടെ അഭിമാനം അല്ലേ, മുസ്ലിമിൻ്റെ അഭിമാനം എന്നത് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭത്തിൽ പ്രസംഗിച്ച പ്രൗഢോജ്വലമായ പ്രസംഗമാണ്. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു. ഏതിനേക്കാൾ? ഈ നാടിനേക്കാൾ. ഏതാണ് ഈ നാട്? മക്കയാണ്. ഈ മാസത്തേക്കാൾ. ഏതാണ് മാസം? ദുൽഹിജ്ജ മാസമാണ്. ഈ ദിവസത്തേക്കാൾ. ഏതാണ് ദിവസം? അറഫയുടെ ദിവസമാണ്. ഇതിനേക്കാളെല്ലാം പവിത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മുഅ്മിനിൻ്റെ രക്തവും അഭിമാനവും സമ്പത്തും. അപ്പം അത് നിസാരമായി അതിനെ പിച്ചു ചീന്തുക എന്നുള്ളത്, അപമാനിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ്. എന്തിൻ്റെ മുകളിലാണ് നമ്മൾ കൈവെക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിൻ്റെ മുകളിൽ നമ്മൾ കൈവെക്കുന്നത്? ഒരു മുഅ്മിൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുള്ളവനാണ്. നമ്മളെ കണ്ണിൽ ചിലപ്പോൾ ഓൻ സാധാരണ ഒരുത്തനായിരിക്കും, വലിയ കാണാൻ കോലമൊന്നുമില്ലാത്ത, നല്ല പോലെ വസ്ത്രമൊന്നുമില്ലാത്ത, നമ്മളടിക്കുന്ന സ്പ്രേ ഒന്നും അടിക്കാത്ത ആളായിരിക്കും. പക്ഷേ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന, അവിടുത്തെ സുന്നത്ത് പിൻപറ്റുന്ന മുസ്ലിമായ മനുഷ്യനാണോ? ഹറാമുൻ അലൈക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം നിസാരമല്ല, ചില്ലറക്കളിയല്ല. നമ്മൾ പറയാറില്ലേ, വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ഗൗരവത്തിൽ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചു പറഞ്ഞത്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, ആളുകൾ പ്രയോഗിക്കുന്ന കുതന്ത്ര പ്രയോഗം വരെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ പ്രയോഗിക്കാറുണ്ട്, അതുപോലും പാടില്ല എന്നാണ്. അതുപോലും സൂക്ഷ്മത എന്ന പേരിൽ അത്തരത്തിലുള്ള പ്രയോഗം പോലും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. അടുത്തതായി ശൈഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യന് കളവായി അതല്ലെങ്കിൽ തിന്മയായി ഭവിക്കാൻ ഇതു മതിയായതാണ്. ഏത്? കേട്ടത് മുഴുവനും പറയുക എന്നുള്ളത്. താൻ കേട്ടത് മുഴുവനും
പറയുക എന്നുള്ളത് ഒരാൾക്ക് കളവായി ഭവിക്കാൻ അത് മതിയായതാണ്, അതല്ലെങ്കിൽ തിന്മയായി ഭവിക്കാൻ അത് മതിയായതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസും നമ്മെ പേടിപ്പെടുത്തേണ്ടതാണ്. ഈ ഹദീസും നമ്മെ പേടിപ്പെടുത്തണം. കാരണം എന്താ? കേട്ടത് മുഴുവനും പറയുക എന്നുള്ളത് ശരിയല്ല അല്ലെ? ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ കേൾക്കേണ്ടി വരും. ചില ആളുകൾ ഒന്ന് പറയും, അപ്പം നമ്മൾ കേൾക്കേണ്ടി വരും. വേറെ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ കേൾക്കേണ്ടി വരും. പക്ഷെ ആ കേട്ടത് മുഴുവനും പറയുക എന്നുള്ളത് കളവായി ഭവിക്കാൻ അത് മതിയായതാണ്. കാരണം എന്താ? ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും, ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ കളവ് പറഞ്ഞതായിരിക്കും, ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ കെട്ടിച്ചമച്ചു പറഞ്ഞതായിരിക്കും. അത് കേട്ട ഉടനെ തന്നെ പുറത്തേക്ക് വിട്ടാൽ ഇവൻ്റെ കളവ്, അതിൻ്റെ പാപഭാരം നമ്മളും കൂടി ചുമക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ മുന്നേ വായിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിലോ മിണ്ടാതിരിക്കട്ടെ. എന്തെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞ് കുശലാന്വേഷണം മറ്റുള്ളവരുടെ നെഞ്ചത്താവരുത് എന്നാണ് ഈ പറഞ്ഞത്. പറയാനുണ്ടെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സഹോദരങ്ങളെ, നോക്കൂ എത്ര ഗൗരവമാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ. നോക്കൂ, ഈ ഹദീസ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയങ്ങളിലേക്കാണ് മടങ്ങുന്നത്. എന്ത് കേട്ടാലും അത് പുറത്തേക്ക് വിടുക എന്നുള്ളത്, അതിൻ്റെ പ്രചാരകരാവുക എന്നുള്ളത് ശരിയല്ല. സാധാരണ ഒരു കാര്യം കേട്ടാൽ അത് മറ്റൊരാളോട് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയൽ വരെ തെറ്റാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച് കെട്ടിച്ചമക്കൽ, എന്നിട്ടതിൻ്റെ പ്രചാരകരാവൽ ഒരിക്കലും ശരിയല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇനി ഒരു മുസ്ലിമിനെ കുറിച്ച് അവൻ്റെ വല്ല മോശമായ പ്രവർത്തനവും നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക, അത് സ്ഥിരപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് എന്താണ്? അത് മറച്ചു വെക്കാനാണ്, അത് പരസ്യപ്പെടുത്താനല്ല. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ വല്ല ന്യൂനതയും മറച്ചു വെച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഈ ആളുടെ ന്യൂനതയും മറച്ചു വെക്കും. ഓരോരുത്തർക്കും അവരുടേതായ കുറവുകളുണ്ടാകും, അബദ്ധങ്ങളുണ്ടാകും, വീഴ്ചകളുണ്ടാകും. തെറ്റിനാണ്, സംശയമൊന്നുമില്ല. ആര് ചെയ്താലും തെറ്റാണ്. ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിലും അതിൻ്റെ പ്രചാരകരാവുക എന്നുള്ളത് നമുക്ക് അനുവാദമില്ല. അല്ലാഹു തആല അയാളുടെ നിരീക്ഷകരായി നമ്മെ ഏൽപ്പിച്ചിട്ടില്ല, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വന്നതുപോലെ വ്യഭിചാരാരോപണം, അതുപോലെയുള്ള ലൈംഗികാരോപണം തുടങ്ങി വൃത്തികെട്ട ആരോപണങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ അല്ലെങ്കിൽ വല്ല ന്യൂനതയും നമ്മൾ മറച്ചു വച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം അത്തരം അബദ്ധം സംഭവിച്ച ആളുകൾക്ക് നസീഹത്ത് കൊടുക്കുക, ഗുണകാംക്ഷ നൽകുകയാണ് വേണ്ടത്. പറ്റിയ അബദ്ധങ്ങൾ പറഞ്ഞു കൊടുക്കുക, തിരുത്താൻ സഹായിക്കുക. ഒരാൾ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി ഇനി ഓൻ ജന്മത്തിൽ നന്നാവാൻ ഓനെ സമ്മതിക്കുകയില്ല എന്ന് നമ്മൾ പറയരുത്. മുന്നേ നമ്മൾ വായിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അള്ളാഹുവാണെ അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് പറയൽ ഗുരുതരമായ തെറ്റാണ്. പാപമോചനവും സ്വർഗപ്രവേശനവും ഒക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അതൊന്നും നമ്മുടെ കൈകളിലല്ല. ആര് നന്നാവണം, ആര് ഹിദായത്തിലാവണം നമ്മൾ തീരുമാനിക്കുന്നതല്ല, നമ്മുടെ ഔദാര്യമല്ല. നമ്മളെ കാര്യം തന്നെ തൂക്കുപാലത്തിലാണ്.
പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഹിദായത്തും സ്വർഗവും പാപമോചനവും തീരുമാനിക്കും? അതുകൊണ്ട് നസീഹത്ത് കൊടുക്കുക. ആരായാലും ഫിറഔന്റെ അടുത്തേക്ക് അള്ളാഹു തആല പറഞ്ഞയച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? ഫിറഔനേക്കാൾ ധിക്കാരിയായ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടോ? അതുകൊണ്ട് ഗുണകാംക്ഷ നൽകുക, പറഞ്ഞു കൊടുക്കുക, തിരുത്താൻ സഹായിക്കുക. ഇനി ഒരാൾ തിരുത്താൻ വന്നാലും ചില ആളുകൾ നന്നാകാൻ വിടൂല. അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറേ കാലം പള്ളിയിൽ വരാതെ ഒരാൾ പള്ളിയിൽ വന്നാൽ നിങ്ങളാ ഒരു നോട്ടായിരിക്കും, പിന്നെ അയാൾ പള്ളി കയറൂല. പള്ളി കയറാതിരുന്നാൽ അയാൾക്കാണ് കുറ്റം, നമ്മൾ ഉത്തരവാദികളല്ല. പക്ഷെ നമ്മളതിന് കാരണക്കാരാവരുത്. ഒരുത്തൻ ദീൻ ഉപേക്ഷിച്ച് പോയാലും പള്ളിയിൽ വരാതിരുന്നാലും അള്ളാഹുവിനോ അവൻ്റെ ദീനിനോ യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളതിന് കാരണക്കാരാവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. മാത്രമല്ല വൃത്തികേടുകൾ, തിന്മകൾ, ഒരാളുടെ കുറവുകൾ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് സൂറത്തു നൂറിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അവതരിച്ച ആയത്തുകളിൽ നമുക്കിപ്രകാരം കാണാം: ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീം. മുഅ്മിനീങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിക്കാൻ ഇഷ്ടപ്പെട്ടവർ ആരാണോ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. പിന്നെ ഒരാൾ വല്ല വൃത്തികേടുകളിൽ ചെന്നുപെട്ടു, അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് പറഞ്ഞ് രസിക്കലോ അത് പ്രചരിപ്പിക്കലോ പാടില്ലാത്തതാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. പാടില്ലാത്തതാണ്. അത് ഒന്നല്ലെങ്കിൽ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുമോ മറച്ചു വെക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് നസീഹത്ത് കൊടുക്കുക, അയാളെ നന്നാവാൻ പ്രേരിപ്പിക്കുക, തിരിച്ചു മടങ്ങാൻ സഹായിക്കുക. അതല്ലാതെ ഇത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കരുത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണിത്. അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളുകൾ, മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും അബദ്ധങ്ങളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്, ന്യൂനതകളുള്ളവരാണ്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ മറച്ചു വെച്ചത് കൊണ്ടാണ് അതിൻ്റെ ദുർഗന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാത്തത്. അതല്ലെങ്കിൽ ആളുകൾക്ക് നടുവിൽ വന്നിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. രാജാതി തിന്മകൾ, തെറ്റുകൾ, കുറവുകൾ നമ്മുടെ അടുക്കലുണ്ട്. ആരാണ് പാപമില്ലാത്ത ആളുകൾ? ആരാണ് പാപ സുരക്ഷിതർ? നമ്മളെല്ലാവരും തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഈ രൂപത്തിലാണ് അത് ചെയ്യേണ്ടത്. കേട്ടത് മുഴുവനും പുറത്തേക്ക് പറയുക, അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പരത്തുക എന്നുള്ളത് കളവായി രേഖപ്പെടുത്തപ്പെടാൻ അത് മതിയായതാണ്. കളവായി രേഖപ്പെടുത്തപ്പെട്ട എന്താ പ്രശ്നം? കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ? അത് മുനാഫിക്കുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്, മുഅ്മിനീങ്ങളുടെ അടയാളമല്ല. അതുപോലെ തന്നെ കളവ് അതിനുവേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പെരുങ്കള്ളൻ, കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. പിന്നീട് നമ്മൾ പറയേണ്ടോ നന്നാവില്ല, നമ്മൾ പറയണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നന്നാവാൻ ചിലപ്പോൾ തൗഫീഖ് കൊടുക്കാതിരുന്നേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആളുകളുടെ മേൽ ഉള്ള കടന്നുകയറ്റം നമ്മൾ ശ്രദ്ധിക്കണം. ഒക്കെ അതിൻ്റെ ഭാഗമാണ്. കേട്ടിന് പോലും ഉണ്ട് പോലും പറയപ്പെട്ടിട്ടുണ്ട് പോലും, അതൊക്കെ നമ്മൾ അറിയാതെ മറ്റുള്ളവരുടെ മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവ് ദിക്റുകൾ കൊണ്ട് പച്ച പിടിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോയാൽ ഈ രൂപത്തിലായിരിക്കും നമ്മുടെ സംസാരങ്ങൾ. നല്ലത്, ഉപകാരമുള്ളത്, ആവശ്യമുള്ളത് സംസാരിക്കുകയും അല്ലെങ്കിൽ മുണ്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ട് പോലൂ എന്ന് പറഞ്ഞാൽ നമ്മളും കേൾക്കും. ഉണ്ടോ അങ്ങനെ എന്ന് നമ്മളും കേട്ടുപോകും. അപ്പോൾ പറയാൻ എളുപ്പമാണ്, ക്ലാസ് എടുക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഓരോ സമയത്തും രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് കിട്ടണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഈ രൂപത്തിലുള്ള ഫിത്നകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ
ഈ വിഷയത്തിൽ അതല്ലെങ്കിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.